ഗൈസ്, ഈ വീഡിയോൻ്റെ ഇൻട്രോ പറയാൻ ഞാൻ മറന്നിട്ടുണ്ടായിരുന്നു. ഈ വീഡിയോയിൽ മെയിനായിട്ടുള്ളത് ഓണം സെലിബ്രേഷൻ, അതായത് കോളേജിലെ ഓണം സെലിബ്രേഷനും പിന്നെ ഓണം ഫോട്ടോഷൂട്ടുമാണ്. എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോവാം. ആദ്യം തന്നെ ഓണത്തിന് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കാൻ പോയ വീഡിയോ ആണ് ആഡ് ചെയ്തിരിക്കുന്നത്. സ്റ്റിച്ച് ചെയ്ത് കിട്ടിയിട്ടോ. അപ്പോൾ ഇന്ന് വന്നിട്ട് നമ്മുടെ നാളെ നമുക്ക് കോളേജിൽ ഓണം സെലിബ്രേഷൻ ഉണ്ട്. അപ്പോൾ ഞാൻ ഡ്രസ്സൊക്കെ എടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഓണം ഫോട്ടോഷൂട്ട് വീഡിയോ ഞാൻ ഇടാം കേട്ടോ. ഇത് കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ അത് ഇടണ്ടാവുക, പക്ഷേ അതിലുള്ള അതേ സെയിം ഡ്രസ്സ് തന്നെയാണ് ഇതിൽ. കണ്ടോ, ഈ ഒരു ഫ്രോക്ക് കണ്ടോ, ഇത് ഓണത്തിന് വേണ്ടി നമുക്ക് ആക്ച്വലി ഒരു ഡ്രസ്സ് എന്തോ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതാണ് ആ ഡ്രസ്സ്. ഒരു വയലറ്റ് ഫ്രോക്കും വയലറ്റ് മുകളിലും താഴെ ഗ്രേയും ഉള്ള പോലത്തെ ഫ്രോക്കാണ്. അപ്പോൾ നമ്മൾ നാളെ ആയിരിക്കും വിടുന്നുണ്ട്. അപ്പോൾ നാളെ കാണാം നമുക്ക്. ഓക്കെ ഗായ്സ്. അപ്പോൾ ഗായ്സ്, നമ്മൾ ഓണപ്പരിപാടിക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ഞാൻ ഓൾറെഡി കാണിച്ചു, പക്ഷേ ഇട്ടിട്ടുള്ള ആ ഒരു ലുക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ റെഡിയായി നിൽക്കുകയായിരുന്നു. അപ്പോൾ മുല്ലപ്പൂവും കൂടെ സെറ്റാക്കാനുണ്ടെന്ന്, അപ്പോൾ അതും കൂടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം ബാക്കിൽ വെറുതെ ഇങ്ങനെ രണ്ട് ഇതായിട്ടാണ് വെച്ചിരിക്കുന്നത് മുല്ലപ്പൂ. അപ്പോൾ ഈ ഒരു മാലയും പെയർ ചെയ്തിട്ടുണ്ട്. ഇത് നെക്ലസ്സും അല്ല മാലയും അല്ല, അങ്ങനത്തെ ഒരു ടൈപ്പാണ് കേട്ടോ ഇത്. അപ്പോൾ അതും കൂടെ പെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്കിനി അവിടെ പോയി വീഡിയോ എടുക്കാൻ പറ്റുമോ എന്നറിയില്ല എന്നൊക്കെയാണ് ഞാൻ പറയുന്നത്. പിന്നെ ഞാൻ ലിപ്സ്റ്റിക്കോ കാര്യങ്ങളോ ഒന്നും അങ്ങനെ യൂസ് ചെയ്യാറില്ല. നിങ്ങൾക്കറിയാം, എൻ്റെ പണ്ടത്തൊട്ടേ വീഡിയോ കാണുന്നവരാണെങ്കിൽ അറിയാം. ഒരു ചെറിയ ലിപ് ബാം മാത്രം ഇട്ടിട്ടുണ്ടായിരുന്നു. കുറേ ആയി ഞാൻ ഇടണം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഇട്ടതാണ്. നമ്മൾ ചെറുതായിട്ടൊക്കെ ഒന്ന് ഒരുങ്ങിയിട്ടുണ്ടായിരുന്നു. മുല്ലപ്പൂ വെച്ചിട്ടുണ്ട്, എന്നാലും നമ്മൾ ലൈറ്റിൽ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ കുറച്ച് ഇതൊക്കെ എടുത്തിട്ടുണ്ട്. കണ്ടോ ഗൈസ്, ഇങ്ങനെ എടുത്തിട്ടുണ്ട്. ലൈറ്റ് ഇട്ടിട്ട് എടുക്കാമെന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ഒരു ബ്ലറായിട്ടുള്ള ഫീലാണ്. എൻ്റെ ഫോണിൽ ഒന്നാമത് ക്ലാരിറ്റി ഇല്ല, കുറവാണ്. അപ്പോൾ എനിക്കിനി ഫുഡ് കഴിച്ചിട്ട് പോവാൻ ടൈമായി. അപ്പോൾ ഏകദേശം നമ്മളവിടെ എത്തിയിട്ടുണ്ട് ഗൈസ്. എത്തിയതും ഞാൻ വന്നിട്ട് പൂക്കളായിരുന്നു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ കൂടെ എൻ്റെ ഫ്രണ്ടൊക്കെ വരുന്നുണ്ട് അവിടെ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കുറച്ച് ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ അത് സ്പീഡാക്കി വിട്ടിട്ടുണ്ട്. അതിൽ പാട്ട് എന്തായാലും കേൾക്കാൻ പറ്റില്ല, കാരണം കോപ്പിറൈറ്റ് വരാനുള്ള ഈ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് ഞാൻ വീഡിയോവും കുറച്ച് സ്പീഡാക്കി. അപ്പോൾ അവിടെ ഫ്രണ്ടിൽ ചേച്ചിമാരും ഡാൻസ് കളിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ടീച്ചേഴ്സിൻ്റെ കുറച്ച് തിരുവാതിരക്കളിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ടീച്ചേഴ്സും എൻ്റെ 2-3 ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. തിരുവാതിരക്കളിയൊക്കെ കളിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ വെറുതെ ഇവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. പാട്ടും ഡാൻസും മഴയും ഒക്കെ ഉണ്ടായിരുന്നു. മെയിനായിട്ട് നമ്മുടെ സീനിയേഴ്സ് ചേച്ചിമാരുടെ ഡാൻസ് പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഒരുപാട് ഡാൻസ് ഉണ്ടായിരുന്നു. 1, 2, 3, 4, 5 ഡാൻസിന് മേലുണ്ടായിരുന്നു തോന്നുന്നു. അപ്പോൾ അതൊക്കെ അടിപൊളിയായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അതും ഞാൻ സ്പീഡാക്കി വിട്ടിട്ടുണ്ട്, കാരണം സ്ലോ ആക്കി വിട്ട് കഴിഞ്ഞാൽ അതിന് അനുസരിച്ച് കുറേ സംസാരിക്കേണ്ടി വരും. അതുകൊണ്ട് സ്പീഡാക്കി വിട്ടിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞ് നമ്മളൊരു ചെറിയ റീലൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ കോളേജിൽ ഓണം സെലിബ്രേഷനൊക്കെ പോയത്. കഴിഞ്ഞ് വന്നത് നമുക്ക് ഓണം ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഓണം സെലിബ്രേഷൻ കഴിഞ്ഞതും വൈകുന്നേരമായിരുന്നു ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ അതേ കോസ്റ്റ്യൂം ആയതുകൊണ്ട് പ്രശ്നമില്ല. അപ്പോൾ ആ ഒരു ഡ്രസ്സിൽ നമ്മൾ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇത് എനിക്ക് അറിഞ്ഞൊരു ചേച്ചിയായിരുന്നു സ്റ്റിച്ച് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു ഈ ഡ്രസ്സ്. ചേച്ചിയുടെ അമ്മയായിരുന്നു. അപ്പോൾ ഞാൻ ചേച്ചിയുടെ എന്താ പറയുക പേജോ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നിങ്ങൾ ഒന്ന് കമൻറ്റിൽ പേജ് എന്ന് പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ തന്നെ ആ കമൻറ്റ് താഴെ ഞാൻ ഈ പേജ് കൊടുത്തേക്കാം. ചേച്ചി ഇപ്പോൾ പേജ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ കേട്ടോ. എല്ലാവരും കയറി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. DM ചെയ്താൽ മതി ചേച്ചിക്ക്. കോളേജിലെ ഓണം സെലിബ്രേഷനും ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇതൊരു ബിസി ഡേ പോലെ ആയി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം എല്ലാം അടിപൊളിയായിട്ട് നടന്നിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ടൈം തന്നെ അടിപൊളിയായി നടക്കുന്നത് പറയുന്നത് ഒരു ഭാഗ്യമല്ലേ. അപ്പോൾ അത് നടന്നിട്ടുണ്ടായിരുന്നു. പിന്നൊരു ഡ്രസ്സും കൂടെ ഞാൻ ഷൂട്ടിൽ ഉണ്ടായിരുന്നു, അതായത് ഓണം ഫോട്ടോഷൂട്ടിൽ. അത് ഞാൻ ഈ വീഡിയോയിൽ ആഡ് ചെയ്യാൻ പറഞ്ഞു. അതാണ് ഇടയിൽ കൂടെ ആഡ് ചെയ്തിരിക്കുന്നത്. ഇതായിരുന്നു ഫസ്റ്റ് കോസ്റ്റ്യൂം. അത് കഴിഞ്ഞിട്ടായിരുന്നു മറ്റേ കോസ്റ്റ്യൂം. അപ്പോൾ ഇതിൻ്റെ ഒരു റീലും കൂടെ എടുത്തിട്ടുണ്ട്. അത് ഞാൻ സൂൺ ഷോർട്ട് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇതാണ് ഹെയർ സ്റ്റൈൽ എന്നൊക്കെയാണ് ഞാൻ പറയുന്നത്. കുറേ ആയി ഇത് ഡെയിലി ഹെയർ സ്റ്റൈലാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ
രാത്രി ഒരു ചെറിയ എന്താണ് കുഞ്ഞ് കേക്കൊക്കെ വാങ്ങിച്ച് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെനിക്ക് എന്താ പറയുക ലൈസൻസ് കിട്ടി, അതിൻ്റെ ഒരു സെലിബ്രേഷൻ ആയിരുന്നു അത്. ഈ കേക്കിൻ്റെ ഒരു ചെറിയ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. തിരുവോണോ ആയിട്ട് കളിക്കാൻ വേണ്ടി ഞാൻ കുറച്ച് ഡാൻസൊക്കെ പ്രാക്ടീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 4-5 ഡാൻസാണ് പ്രാക്ടീസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. എന്താവെന്ന് അറിയില്ല. ഒക്കെ ഓണം വെക്കേഷൻ സ്റ്റാർട്ടായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ സ്റ്റാർട്ടായിട്ടുണ്ടെങ്കിൽ ഓണം വെക്കേഷൻ എങ്ങനെ പോകുന്നുണ്ട്, ഫസ്റ്റ് ഡേ തന്നെ എങ്ങനെയാണെന്നുള്ളതൊക്കെ നിങ്ങൾ കമൻസിലൂടെ പറയുക. ഡാൻസ് കളിക്കണം എന്നൊക്കെ ആയിരുന്നു വിചാരിച്ചത്, പക്ഷേ വേണ്ട വെച്ചിട്ട് ഞാൻ സോളോ ഡാൻസ് കളിക്കാമെന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇനി അതൊക്കെ എന്താവും എന്നുള്ളത് ഒരു ഐഡിയ ഇല്ല. അത് കഴിഞ്ഞ് നമ്മൾ ചേട്ടൻ്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അത് വൈകുന്നേരം പോയതാണ്. ഞാൻ ആക്ച്വലി ഇടയിൽ ആഡ് ചെയ്യേണ്ടതാണ്, അത് മറന്നു. ചേട്ടൻ്റെ മോൻ്റെ കൂടെ കുറച്ച് നേരം അവൻ്റെ കൂടെ കളിച്ച് അങ്ങനെ ചിരിച്ചൊക്കെ പോയി. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. പാനിപ്പൂരിയും അതൊക്കെ കുറേ കഴിക്കണം വിചാരിക്കണം, അത് കഴിച്ചു. പഠിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ടായിരുന്നു, എഴുതാനും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ മെഹന്തി ഇത് ഷോർട്ട് വീഡിയോ ആയിട്ട് ഇടാൻ വേണ്ടി എടുത്തു വെച്ചതാണ്, പക്ഷെ ഞാൻ ഇടാൻ മറന്നുപോയി. അപ്പോൾ അത് ലോങ് വീഡിയോ തന്നെ ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതായിരുന്നു ഡിസൈന്. അപ്പോൾ എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ പറയുക. വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഏത് വീഡിയോ ആണ് എൻ്റെ അടുത്തുനിന്ന് വേണ്ടതെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ പറയുക. അപ്പോൾ ഞാൻ ആ വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഓക്കെ ഗൈസ്, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.